ഹലോ, ഇന്നേ ഒരു ഞണ്ട് കറി കേട്ടോ. സ്പെഷ്യൽ കറിയൊന്നുമല്ല കേട്ടോ. ഞാൻ സാധാരണ വെക്കുന്ന രീതിയിൽ തന്നെ വെറുതെ ഓരോ നാട്ടിലും ഓരോ പോലെയാണല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഞണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം ഇന്ന് പുറത്തടുപ്പിൽ കേട്ടോ വെക്കുന്നത്. അകത്ത് വെളിച്ചം കുറച്ച് കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ച് പുറത്തടുപ്പിൽ നിന്നാക്കാന്ന്. അപ്പോൾ ഇതാ ഫസ്റ്റ് ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് ചതച്ചതാട്ടോ. പേസ്റ്റ് ആക്കിയിട്ടില്ലേ, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ വലിയ ഉള്ളി ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഓവർ അങ്ങോട്ട് കുനുകുനാന്ന് ഞാൻ അരിഞ്ഞിട്ടില്ല, ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ടേ ഉള്ളൂ. അത് കല്ലുപ്പിട്ട് ശേഷം വഴറ്റിയതാ ഇതേമാതിരി വഴഞ്ഞു കിട്ടും വേഗം. പിന്നെ ചേർക്കുന്നത് ഇരുമ്പം പുളിയും തക്കാളിയും കേട്ടോ. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 2 ഇരുമ്പം പുളിയും. അതും ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. മല്ലിപ്പൊടി ഞാനൊരു 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്, കാരണം മല്ലിപ്പൊടിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിൽ നിൽക്കണം. അതൊന്ന് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ നമ്മളെ പിഴുപുളി ഇല്ലേ, അങ്ങനെയാട്ടോ ഞങ്ങളവിടെ പറയാം. അപ്പോൾ ആ പുളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം വേഗം തന്നെ ഞണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞണ്ടിന് അത്യാവശ്യം വേവുണ്ടല്ലോ, അപ്പോൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും ഇതാ തീയൊക്കെ ഇതിലോ പോയി. പിന്നെ ഞാൻ തീയൊക്കെ ഒന്ന് നന്നായിട്ട് കത്തിച്ച് കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കും കറി റെഡി. കറിയിലേക്ക് പിന്നെ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചാൽ കറി നമുക്ക് കഴിക്കാം. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഇന്നലത്തെ മന്തിയാണ്, അപ്പം ഞാൻ അതും കൂടി ഒന്ന് ചൂടാക്കിയെടുത്ത്. ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പരിപാടി. പ്രത്യേകിച്ച് ഇവരെ മേയ്ക്കൽ.